In this session, we are studying the chromosomal disorders. See here, the chromosomal disorders, it occurs due to addition or deletion of chromosome. This is due to improper cell division. അതായത് cell division നടക്കുന്ന സമയത്ത് we know the chromatids has to be separated equally into two poles to make the haploid cells, as well as after the meiosis division, after first meiosis, the second meiotic division to occur, this chromatin thread, it has to be separated equally. If this is not occurring, what happen? In one cell, additional set of chromosome will be there, and other cell, that chromosome which has gone extra to the opposite side, it will be absent in this side. അല്ലേ? അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അനാഫേസ് സ്റ്റേജിൽ നമ്മൾ സിസ്റ്റർ ക്രോമാറ്റിഡ്സും അതുപോലെ തന്നെ ഹോമോലോഗസ് ക്രോമസോംസ് സെഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ട്. ഹോമോലോഗസ് ക്രോമസോംസ് സെഗ്രിഗേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഇത് ഈക്വൽ ആയിട്ട് സെപ്പറേറ്റ് രണ്ട് ഭാഗത്തേക്കും പോയില്ല എന്നുണ്ടെങ്കിൽ ഒരു സെല്ലിലേക്ക് കംപ്ലീറ്റ് ഒരു ക്രോമസോം കംപ്ലീറ്റ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ക്രോമസോമൽ അബറേഷൻ. അപ്പൊ ചിലപ്പോൾ ഒരു ക്രോമസോമിന്റെ എക്സ്ട്രാ ഒരു സെല്ലിൽ എക്സ്ട്രാ ക്രോമസോം ആവാം, അടുത്ത സെല്ലിൽ ഒരു ക്രോമസോമിന്റെ ആബ്സെൻസ് ആയിരിക്കും ഉണ്ടാവുക. So this is called as the change in number of chromosome in the daughter cell, that is also called as aneuploidy. Okay, aneuploidy. Aneuploidy പല തരത്തിലുണ്ട്. that is nullisomy. Nullisomy എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ക്രോമസോം ഇറ്റ് വിൽ ബി ആബ്സെന്റ് ഇൻ വൺ സെൽ. ഒരു കംപ്ലീറ്റ് ക്രോമസോം അതിനകത്ത് ആബ്സെന്റ് ആയിരിക്കും. that is equal to 2n-2. അതായത് ഒരു ജോഡി ക്രോമസോം അല്ലെങ്കിൽ ഒരു പെയർ ക്രോമസോം തന്നെ ആബ്സെന്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മിയോസിസിന്റെ അനാഫേസ് 1 ഹോമോലോഗസ് ക്രോമസോംസ് സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ക്രോമസോം ഏതെങ്കിലും ഒരു ക്രോമസോം അത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാതെ ഒരു ക്രോമസോം വന്നിട്ട് ഒരു മൂലയിലേക്ക് പോയി, ആ കംപ്ലീറ്റ് രണ്ട് സെറ്റും കൂടി ഒരു മൂലയിലേക്ക് പോയി, ഒരു സൈഡിലേക്ക് പോയ സെല്ലിന് ഒരൊറ്റ എണ്ണം കിട്ടിയില്ലെങ്കിൽ that will form nullisomy or 2n-2 condition. Then we can see monosomy. Monosomy, in which we can see during the segregation of the chromatin thread, if it is not getting separate properly, then what happen? One chromosome it will be absent in it, or one chromosome it will be absent, and that will form when it is forming the gamete. Exactly one chromosome it will be absent, and it will show the monosomy condition. Angante organism, in the case of human beings, if we say in that 45 chromosomes will be there instead of 46 chromosomes. Okay, the next one is trisomy. Trisomy, in that we can say ഒരു ക്രോമസോം എക്സ്ട്രാ വരും, അതായത് 46 ക്രോമസോമിന് പകരം 47 ക്രോമസോംസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ഫോർ ദിസ് സം എക്സാമ്പിൾസ് ദേ ഹാവ് ഗിവൻ. വി വിൽ ജസ്റ്റ് സീ ദാറ്റ്. സീ ഇൻ സം കേസസ് ലൈക്ക് ഇൻ പ്ലാന്റ്സ്, ഒരു പോയിന്റ് കൂടി ഉണ്ട്. പ്ലാന്റ്സിന്റെ ഒക്കെ കേസിൽ ഇഫ് ദർ ഈസ് നോ സെഗ്രിഗേഷൻ ഓഫ് എനി ക്രോമസോം ഇറ്റ് വിൽ ഇൻഡ്യൂസ് പോളിപ്ലോയിഡി. അത് പ്ലാന്റ്സിൽ മാത്രമേ കാണുള്ളൂ, ആനിമൽസിലൊന്നും അങ്ങനെ കാണാറില്ല. Polyploidy, it is induced, it will be produced by the absence of segregation of all chromosome. എല്ലാ ക്രോമസോമും സെഗ്രിഗേറ്റ് ആവില്ല, എല്ലാ ഒരു സൈഡിലേക്ക് പോകും. ഒരു സെല്ലിനകത്ത് ഒരൊറ്റ ക്രോമസോമും ഉണ്ടാവില്ല. ദാറ്റ് വിൽ അണ്ടർഗോ ഡീജനറേഷൻ. വൺ സെൽ ഓൺലി വിൽ അണ്ടർഗോ ഡെവലപ്മെന്റ്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, പോളിപ്ലോയിഡി എന്ന് പറയാം. പോളിപ്ലോയിഡി ഒക്കെ സാധാരണ നമ്മൾ പ്ലാന്റ്സിന്റെ കേസിൽ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? നമുക്ക് എല്ലാ സെറ്റ് ക്രോമസോമിനും ഒരു അതിനകത്ത് അതിന്റെ പ്ലോയിഡിയിൽ വ്യത്യാസം വന്നാൽ പോലും വി വാണ്ട് ഓൾ ദ genes of that particular plant, as it is very important for us. നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അതിന് ഒരുപാട് നല്ല ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ പോളിപ്ലോയിഡി ഇൻഡ്യൂസ് ചെയ്യാറുണ്ട്. പോളിപ്ലോയിഡി ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കെമിക്കലാണ് കോൾക്കിസിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ കേട്ടോ. കോൾക്കിസിൻ. ഈ കോൾക്കിസിൻ ട്രീറ്റ്മെന്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെറ്റാഫേസ് പ്ലേറ്റിൽ ഈ ദിസ് വൺ സ്പിൻഡിൽ ഫൈബേഴ്സ് സെൻട്രോമിയർ റീജിയനിൽ അറ്റാച്ച് ചെയ്യുന്നതിന് പ്രിവെന്റ് ചെയ്യാണ് ചെയ്യുക. അവിടെ സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? ഇറ്റ് വിൽ നോട്ട് അണ്ടർഗോ സെഗ്രിഗേഷൻ. ഇവിടെ സ്പിൻഡിൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത് അണ്ടർ ഡെവലപ്ഡ് ആണ് ഇൻ ദ കേസ് ഓഫ് പ്ലാന്റ്സ്. കുറച്ച് എന്തെങ്കിലും ഫൈബർ റിയാക്ഷൻ വിച്ച് ഈസ് ഫൈബർ ആക്ടിവിറ്റി വിച്ച് ഈസ് ഹെൽപ്പിംഗ് ഇൻ ദ സെഗ്രിഗേഷൻ ഓഫ് ദീസ് ടു ക്രോമസോം, ഇഫ് ഇറ്റ് ഈസ് ബ്ലോക്കിംഗ്, that will lead to polyploidy. അത് ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കെമിക്കലാണ് കോൾക്കിസിൻ എന്ന് പറയുന്നത് കേട്ടോ. Now we will see some examples for this chromosomal aberrations or aneuploidy. One is Down syndrome. Down syndrome എന്ന് പറയുന്നത്, what is Down syndrome? You know, ഇത് 1866 കണ്ടുപിടിച്ച ഒരു ഡിസീസ് ആണ്.
1866 ലാങ്ഡൺ ഡൗൺ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഇത് കണ്ടുപിടിച്ചത്. ഇദ്ദേഹം ഇത് കണ്ടുപിടിച്ച് 21st ക്രോമസോം ഇറ്റ് ഈസ് എക്സ്ട്രാ ഇൻ ദിസ്. 21ാമത്തെ ക്രോമസോമിന്റെ ട്രൈസോമി കാണിക്കുന്ന ഡിസീസ് ആണ് എന്ത്? ദ ഡൗൺ സിൻഡ്രോം. 21st chromosome it is extra in this. Okay, and what are the characteristic features of this one, or what are the symptoms of this? You know, they will be short statured, അതായത് അവർക്ക് പൊക്കം കുറവായിരിക്കും, and partially open mouth, അത് പതുക്കെ വായൊക്കെ തുറന്ന് ടങ് ഒരു ഫറോ കണ്ടീഷനിലായിരിക്കും ഇരിക്കുന്ന, ഒരുമാതിരി ഇങ്ങനെ നാവൊക്കെ ഒരുമാതിരി ഇങ്ങനെ പുറത്തിട്ടിരിക്കുന്ന രീതിയിൽ. അതേപോലെ മെന്റൽ റിട്ടാർഡഡ് ആയിരിക്കും. അതുപോലെ സ്മോൾ റൗണ്ട് ഹെഡ് ആയിരിക്കും അവർക്ക്. പാമ്പ് കുറച്ച് വൈഡ് ആയിരിക്കും. കൈപ്പത്തിയൊക്കെ നോക്കി കഴിഞ്ഞാൽ കുറച്ച് വൈഡ് ആയിട്ടുള്ള കൈപ്പത്തി ആയിരിക്കും. അതേപോലെ തന്നെ പാം ക്രീസസ് എന്ന് പറഞ്ഞാൽ അവരെ പാമ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചുക്കി ചുളിഞ്ഞായിരിക്കും ഇരിക്കുന്നത്. അതാണ് പാം ക്രീസസ് എന്ന് പറഞ്ഞാൽ. ഫിസിക്കൽ, സൈക്കോമോട്ടോർ, മെന്റൽ ഡെവലപ്മെന്റ് എല്ലാം റിട്ടാർഡഡ് ആയിട്ടായിരിക്കും ഇവരുടെ ഈ തരത്തിലുള്ള ആളുകളിൽ കാണുക കേട്ടോ. അപ്പൊ അതിന്റെ സിംറ്റംസ് കൊടുത്തിട്ടുണ്ട്. ഈ സിംറ്റംസ് പഠിച്ചോളണം. ഈ സിംറ്റംസ് ചോദിച്ചിട്ട് ഇത് എന്ത് ഡിസീസിനെ അസോസിയേറ്റ് ചെയ്ത് കാണുന്നതെന്നൊക്കെ ചോദിക്കാം. ഓക്കെ, that is an example for this trisomy. ട്രൈസോമിക്ക് ഒരു എക്സാമ്പിൾ ആണ്. അതേപോലെ തന്നെ ട്രൈസോമിക്ക് വേറൊരു എക്സാമ്പിൾ ആണ് എഡ്വേർഡ് സിൻഡ്രോം. എഡ്വേർഡ് സിൻഡ്രോം 18th ക്രോമസോം എക്സ്ട്രാ വരുന്നതിനെയാണ് എഡ്വേർഡ് സിൻഡ്രോം എന്ന് പറയുന്നത്. എഡ്വേർഡ് സിൻഡ്രോം ദാറ്റ് ഈസ് 18th ക്രോമസോം എക്സ്ട്രാ. 18ാമത്തെ ക്രോമസോം പറയുന്ന എക്സ്ട്രാ ഉണ്ടാവുന്നതിനെയാണ് എഡ്വേർഡ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ പാറ്റ്യൂ സിൻഡ്രോം. പാറ്റ്യൂ സിൻഡ്രോം എന്ന് പറയുന്നത് 13th ക്രോമസോം എക്സ്ട്രാ ഉണ്ടാവുന്നതിനാണ് പാറ്റ്യൂ സിൻഡ്രോം. ഇത് 13th ക്രോമസോം എക്സ്ട്രാ ഉണ്ടാവുന്നതിനെയാണ് പാറ്റ്യൂ സിൻഡ്രോം എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ഓൾ ആർ എക്സാമ്പിൾ ഫോർ ട്രൈസോമി. ട്രൈസോമിക്ക് കുറച്ച് എക്സാമ്പിൾ ആണ് നമ്മളിപ്പോൾ പഠിച്ചത് കേട്ടോ. സോ എഡ്വേർഡ് സിൻഡ്രോം 18th, പാറ്റ്യൂ സിൻഡ്രോം ഇറ്റ് ഈസ് 13th, ട്രൈസോമി ദാറ്റ് ഈസ് ഡൗൺ സിൻഡ്രോം ഇറ്റ് ഈസ് 21st. എഡ്വേർഡ് സിൻഡ്രോമിന്റെയും അതുപോലെ തന്നെ പാറ്റ്യൂ സിൻഡ്രോമിന്റെയും ഒരുപാട് എന്താ പറയുക എക്സ്പ്ലനേഷൻ ഒന്നും ഞാൻ പറയുന്നില്ല. ബിക്കോസ് they used to ask പാറ്റ്യൂ സിൻഡ്രോം. അത് സാധാരണ മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ ചോദിക്കണതാണ് 13th ക്രോമസോം എക്സ്ട്രാ ഉള്ളത് ഏതാന്ന് ഒക്കെ. അത് നമുക്ക് ഈസി ആയിട്ടുള്ള രീതിയിൽ മാച്ച് ചെയ്യത്തക്ക രീതിയിൽ അവർ ചോദിക്കാറുള്ളൂ കേട്ടോ. സോ ഐ എം നോട്ട് സ്പെൻഡിങ് ടൈം ടു എക്സ്പ്ലെയിൻ ദ സിംറ്റംസ് ഓഫ് ദിസ് ഡിസീസ്. The next one is Klinefelter syndrome. Klinefelter syndrome actually it is XXY condition. അതും ഒരു ട്രൈസോമിയാണ്. അവിടെ പക്ഷെ റിപ്പീറ്റ് ആയിട്ട് വരുന്നത് എന്താണ്? X ക്രോമസോം ആണ്. സോ ഹിയർ Klinefelter syndrome that is next one. This is nothing but XXY condition. XXY condition, they will show both the characteristic features of male and female. This individual, the overall masculine development will be there. Avarku muscle develop cheyum, adupole thanne breastum develop cheyum. And such individuals, they will be sterile. They will not be able to produce the next generation. Okay, so they will be sterile. That is nothing but Klinefelter syndrome. The next one, it is Turner syndrome. ടേണർ സിൻഡ്രോമിലെ XO കണ്ടീഷനാണ് കാണിക്കുന്നത്. XO കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് 45 ക്രോമസോമേ ഉണ്ടാവുള്ളൂ, ഒരു X ക്രോമസോമിന്റെ കുറവുണ്ടാവും. സോ ദേ വിൽ ഷോ XO ക്രോമസോം. There we can see this will develop in the form of a female and they will be sterile because their ovaries it will be rudimentary. Rudimentary ovary എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ഓവറി, നല്ല ഓവറി, അതായത് ഫങ്ഷണൽ ആയിട്ടുള്ള ഓവറി ഉണ്ടാവില്ല. അതേപോലെ the other features like lack of other secondary sexual characters also we can see in this group of organisms or this group of people. We can see the lack of the other secondary sexual characteristic features. Okay, so this is all about the chromosomal disorders. അപ്പോൾ chromosomal disorders എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നള്ളിസോമി, മോണോസോമി, ട്രൈസോമി ഇതൊക്കെയാണ് നമ്മൾ ക്രോമസോമൽ അബറേഷൻസിൽ പറയുന്നത്. അതിനകത്ത് നള്ളിസോമിക്ക് എക്സാമ്പിൾ ഒന്നും നമുക്ക് പഠിക്കാനില്ല. നമുക്ക് പഠിക്കാനുള്ള മോണോസോമിയും ട്രൈസോമിയാണ്. മോണോസോമിക്ക് ഒരു എക്സാമ്പിൾ ആണ് ടേണർ സിൻഡ്രോം എന്ന് പറയുന്നത്. ടേണർ സിൻഡ്രോമിൽ XO കണ്ടീഷനാണ്, 45 ക്രോമസോംസേ ഉണ്ടാവുള്ളൂ. അതിനകത്ത് ഫെമിനൈൻ നേച്ചർ ആയിരിക്കും, പക്ഷേ ഓർഗാനിസം സ്റ്റെറൈൽ ആയിരിക്കും, ഓവറി റൂഡിമെന്ററി ആയിരിക്കും, സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഒക്കെ ആബ്സെന്റ് ആയിരിക്കും. അതേപോലെ
അതേപോലെ another one it is Klinefelter syndrome, that is XXY condition, that is trisomy. അവരൊക്കെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ they show both the characteristic features of male and female. masculine development ഉണ്ടാവും, breast development ഉണ്ടാവും, പക്ഷേ ഈ organisms അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എങ്ങനെയായിരിക്കും, സ്റ്റെറൈൽ ആയിരിക്കും. അതേപോലെ നെക്സ്റ്റ് ട്രൈസോമി എന്ന് പറയുന്നത് എഡ്വേർഡ് സിൻഡ്രോം. എഡ്വേർഡ് സിൻഡ്രോമിൽ ശരിക്കും നമ്മൾ കാണുന്ന 18th ക്രോമസോം ഇറ്റ് ഈസ് കമ്മിങ് എക്സ്ട്രാ. അതുപോലെ പാറ്റിയോ സിൻഡ്രോം 13th ക്രോമസോം എക്സ്ട്രാ വരുന്നതിനെയാണ്. അതുപോലെ ഡൗൺ സിൻഡ്രോം ആണ് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചു കാണാറുള്ളത്. ലാങ്ടൺ ഡൗൺ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് അത് കണ്ടുപിടിച്ചത് 1866. അദ്ദേഹം 21st ക്രോമസോം എക്സ്ട്രാ വരുന്നത്, അത് സാധാരണ വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഒവത്തിന്നാണ്. അതായത് ഒവം പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള ലേഡീസിൽ ഒവം പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ദ നോൺ ഡിസ്റ്റിങ്ഷൻ ഓഫ് ദ ക്രോമസോംസ് ഇറ്റ് ക്യാൻ ഒക്കർ. നോൺ ഡിസ്റ്റിങ്ഷൻ ഓഫ് ദ ക്രോമസോം എന്ന് പറഞ്ഞാൽ ക്രോമാറ്റിൻ ത്രെഡ് നേരെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോവാതിരിക്കുന്നതിനെയാണ് നോൺ ഡിസ്റ്റിങ്ഷൻ ഓഫ് ക്രോമസോം എന്ന് പറയുന്നത്. അതിനകത്ത് സാധാരണ ഇതൊക്കെ സംഭവിക്കുന്ന 21st ക്രോമസോമിലൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 21st ക്രോമസോം എക്സ്ട്രാ ഡൗൺ സിൻഡ്രോമിൽ വരുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ്. സോ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് that is also called as aneuploidy. Okay, this is all about this chapter.